പ്രതിപക്ഷത്തിരിക്കാനായിരിക്കും സാധ്യത ഇന്ത്യ സഖ്യം എന്നുള്ള സൂചനകൾ വരുന്നു. ഒരു സർക്കാർ രൂപീകരണത്തിന്റെ സാധ്യതയിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളല്ല ഖാർഗെയുടെ വാക്കുകളിൽ നിന്ന് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നു ഡൽഹിയിൽ നിന്ന് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ വിട്ടു പറയാതെ കൂടിയാണ് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞത്. ഇന്ത്യയുടെ മോദിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ് ഇന്ത്യ മുന്നണി നേടിയ വിജയമെന്ന് ആവർത്തിക്കുമ്പോഴും കൂടുതൽ നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള സൂചനകൾ. റൈറ്റ്, കിരൺ ബാബു, മറ്റു മല്ലികാർജ്ജുൻ ഖാർഗെ ഒഴികെ വേറെ മറ്റു നേതാക്കന്മാരും പ്രതികരിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സർക്കാർ സാധ്യതയിലേക്ക് കടക്കാതെ പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യ മുന്നണി ഒരു സർക്കാർ സാധ്യതയിലേക്ക് പോയേക്കും, അത്തരത്തിലുള്ള വിലപേശലുകൾ നടത്തിയേക്കും എന്നുള്ള സാധ്യതകളെ തള്ളുന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? പൂർണ്ണമായിട്ടും അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ഒരു ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുക, അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് സ്വയം പരിശോധിക്കുക, കൂടുതൽ ശക്തമായി ജനങ്ങൾക്ക് മുന്നിൽ ആ ആശയം നൽകുക, ഇതൊക്കെ ആയിരിക്കുമോ ഉദ്ദേശിക്കുന്നുണ്ടാകുക ഇന്ത്യ മുന്നണി? അപർണ, പ്രധാനമായും രണ്ട് സാധ്യതകളാണ് ഇതിന് മുന്നിലുള്ളത്. ഒന്ന്, ഇങ്ങനെ ഒരു ഇന്ത്യ സർക്കാർ രൂപീകരണത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് അതീവ രഹസ്യമായി നടത്തേണ്ട അത്തരം ഒരു നീക്കമാണ്. അത്തരം ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ പ്രധാനമായും കോൺഗ്രസോ SP-യോ അല്ലെങ്കിൽ RJD-യോ പോലുള്ള 1, 2, 3 പാർട്ടികൾ, DMK, തൃണമൂൽ കോൺഗ്രസ്, അങ്ങനെ തുടങ്ങിയ 4, 5 പാർട്ടികൾ മാത്രം ചേർന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രധാന നേതാക്കൾ മാത്രം ആശയവിനിമയം നടത്തി തീരുമാനം നടപ്പാക്കേണ്ട ഒന്നാണ്. അല്ലാതെ 40 അംഗങ്ങൾ പാർട്ടികളിൽ ഇരിക്കുന്നിടത്ത് ഒരു തീരുമാനം, ഇത്തരം ഒരു തീരുമാനം, അട്ടിമറിയുടെ തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ ഒരു നീക്കം ഉള്ളിലൂടെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും വിജയിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരമൊരു യോഗത്തിൽ അത്തരമൊരു നിലപാട് കോൺഗ്രസോ പ്രധാനപ്പെട്ട പാർട്ടികളെ ഉന്നയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. യോഗത്തിൽ പൊതുവെ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുക, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുക, അവസരം വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവസരം വന്നു കഴിഞ്ഞാൽ അന്നേരം ആ അവസരത്തെ ഉപയോഗിക്കുക, തൽക്കാലം പ്രതിപക്ഷത്ത് ശക്തമായി തന്നെ ഇരിക്കുക. പക്ഷേ അങ്ങനെ പ്രതിപക്ഷത്താണ് ഞങ്ങൾ ഇരിക്കാൻ പോകുന്നത് എന്നൊരു തീരുമാനം ഔദ്യോഗികമായി പുറത്തു പറയുന്നില്ല. അത് സ്വാഭാവികമായും NDA മുന്നണിയെ കൂടി കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരു നീക്കത്തിന്റെ കൂടി ഭാഗമാകണം. അല്ലെങ്കിൽ അത്തരമൊരു ശ്രമം ഏതെങ്കിലും തരത്തിൽ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾ നടത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ, ഇത്തരം വലിയ മാറ്റങ്ങൾ, ഇത്തരം അട്ടിമറികളൊക്കെ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്. ബീഹാറിൽ ഇന്ത്യ മുന്നണിയെ തന്നെ തകർത്തുകൊണ്ട് NDA നടത്തിയ, BJP നടത്തിയ വലിയ നീക്കം, മഹാരാഷ്ട്രയിൽ നടത്തിയ നീക്കമൊക്കെ പുറത്തു വരുമ്പോൾ, ഫലം പുറത്തു വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും അത് ആളുകളടക്കം അറിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമായ സൂചനകൾ. കിരൺ, തുടരാം. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നില്ല അവിടെ നിന്ന്, അപ്പോഴും ഏകദേശം ചിത്രം വ്യക്തമാകുന്ന സാഹചര്യം. ഇപ്പോൾ ഈ നേതാക്കൾ നടത്തുന്ന പ്രതികരണത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ആത്യന്തികമായ തീരുമാനം എന്താണ് എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പരിശോധിച്ചാൽ മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു സാധ്യത, ഇപ്പോഴത്തെ നിലയിൽ പ്രായോഗികമായി NDAയിൽ നിൽക്കുന്ന ഈ 2 പ്രധാനപ്പെട്ട കക്ഷികളെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇന്ത്യ പക്ഷത്തേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ സ്വതന്ത്രന്മാരെ അടക്കം, അതിൽ ഒരാളെ കിട്ടുകയാണെങ്കിൽ മറ്റു സ്വതന്ത്രന്മാരെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സർക്കാർ എന്നൊരു ബ്രിമ്പിൽ മാത്രം 272 73 ഒക്കെ നിർത്താൻ കഴിയുന്ന ഒരു സർക്കാരിന്റെ വിദൂര സാധ്യത മാത്രമാണുള്ളത്. പക്ഷേ രാഷ്ട്രീയമാണ്, ഏത് വിദൂര സാധ്യതയും കഴിയുമോ എന്നുള്ള ആലോചനകൾ നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പുറത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്രയേറെ പാർട്ടികളുടെ ഒറ്റ MP-മാർ മാത്രമുള്ള പാർട്ടികൾ, അല്ലാതെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന പാർട്ടികൾ, ഇവരെല്ലാം ചേരുന്ന ഒരു യോഗത്തിൽ എന്തായാലും അത്തരം ചർച്ചകളോ അത്തരം നീക്കങ്ങളോ ഒന്നും നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ആ യോഗത്തിൽ സ്വാഭാവികമായി എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കൂടുതൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുക, കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക. നമുക്ക് അവസരം വരുമ്പോൾ ഈ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ കഴിയുന്ന ഒരു നീക്കം വന്നാൽ ആ സമയത്ത് നമുക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. അത്തരമൊരു നീക്കമോ അത്തരമൊരു തീരുമാനമോ മാത്രമാണ് ഉണ്ടായത്. ചിലപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ് എന്നുള്ളത് പ്രഖ്യാപിക്കാത്തത് പോലും തന്ത്രപരമായ ഒരു നീക്കത്തിന്റെ ഭാഗമാകും. ഏതെങ്കിലും തരത്തിൽ NDAയിൽ നിന്ന് കക്ഷികളെ നടത്താനുള്ള ശ്രമം നടത്തുന്നില്ല എങ്കിൽ പോലും തൽക്കാലം ആ ഒരു കൺഫ്യൂഷൻ എതിർമുന്നണിക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ചിലപ്പോൾ. എന്താണ് തീരുമാനം? നമ്മൾ ഇതിനറിയേണ്ട ഒരു ഉത്തരം ഇതായിരുന്നു. ഇന്ത്യ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, പ്രതിപക്ഷത്തിരിക്കുന്നു? അതിനെന്തായാലും കൃത്യമായ ഔദ്യോഗികമായ ഒരു ഉത്തരം ഇതിൽ ഖാർഗെയോ നേതാക്കളോ നൽകിയിട്ടില്ല.
റൈറ്റ്, കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ത്യ മുന്നണി യോഗം കഴിഞ്ഞ ശേഷം വ്യക്തമായ സൂചനകൾ നൽകാതെ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയായിരുന്നു. ഒരു കൃത്യമായിട്ടുള്ള ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിന് മറുപടി കൊടുക്കാൻ സഹായിച്ചതിന് ജനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷത്ത് ഇരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുന്നു എന്നുള്ള സൂചനകൾ മാത്രമാണ് ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി കേൾക്കാം ഖാർഗെയുടെ പ്രതികരണത്തിലേക്ക്. गठबंधन पार्टी के नेता लोग 2 घंटे तक बैठकर आज के पॉलिटिकल सिचुएशन पे और आज की जो परिस्थिति है उस पर बहुत से सजेशन आए, चर्चा हो गई और ये निष्कर्ष आखिरी में ये निकला कि हम सब मिलके एक ही वॉइस में ये कहना चाहिए जो मैं आपको पढ़ के बताऊंगा. The constituents of India bloc thank the people of India for the overwhelming support received by our allies. The people's mandate has given befitting reply to the BJP and their politics of hate, corruption and deprivation. This is a mandate in defense of the Constitution of India and against price rise, unemployment and crony capitalism, and also to save democracy. The India bloc will continue to fight against the fascist rule of the BJP led by Modi. We will take appropriate steps at the appropriate time to realize the people's desire not to be ruled by the BJP's government, and this is our decision, and we all together agreed on these points, and will definitely whatever promises we have given to the people, that we will keep it up, and just I want to tell this. Thank you very much. ജനഹിതം അറിഞ്ഞ് മുന്നേറുമെന്നാണ് ഖാർഗെ വ്യക്തമാക്കുന്നത്. ഒരിക്കൽ കൂടി കിരൺ ബാബുവിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിരൺ, നല്ല ഒരു സമയം വരുന്നത് വരെ, രാഷ്ട്രീയമായിട്ട് ആ ഒരു അവസരം വരുന്നത് വരെ സഖ്യവുമായി മുന്നോട്ട് പോകുക, ശക്തമായ പ്രതിപക്ഷ ശബ്ദമായി മാറുക, ആ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. പക്ഷേ മറ്റ് വ്യക്തമാക്കുന്നത് ഖാർഗെയാണ്. കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാവരും, എല്ലാ സഖ്യകക്ഷികളെല്ലാവരും ചേർന്നുള്ള ഐക്യദാർഢ്യത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാണ് അത് എന്ന് തന്നെയാണോ വിലയിരുത്തേണ്ടത്? ഏത് തരത്തിൽ കൂടി വ്യാഖ്യാനിക്കണം, വിശകലനം ചെയ്യണം ഇനിയുള്ള നീക്കങ്ങൾ സഖ്യത്തിന്റെ? അപർണ, സ്വാഭാവികമായും ഇത്തരമൊരു സാഹചര്യം വന്നാൽ 37 സീറ്റുകൾ കൂടി കിട്ടിയാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത്തരമൊരു സാധ്യത എത്ര അപ്രായോഗികമാണ് എങ്കിൽ പോലും അതിന് ഒരു വിദൂരമായ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം സാധ്യതകൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും പരീക്ഷിക്കപ്പെടും. അത്തരം സാധ്യതകളൊക്കെ ആരായും, അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ അങ്ങനെ വിജയിക്കാൻ സാധ്യത കുറവുള്ള ഒരു നീക്കത്തെക്കുറിച്ച് ഇത്തരം ഒരു വലിയ യോഗത്തിൽ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനമെടുക്കുകയോ ഒന്നും ഉണ്ടാവില്ല. അതൊരു കോമൺ ലോജിക്ക് മാത്രമാണ്. അത്തരം ഒരു വലിയ 40ഓളം പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന യോഗത്തിൽ അത്തരം ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകില്ല. ആ യോഗത്തിൽ എടുത്ത തീരുമാനമാണ് വളരെ കൃത്യമായി മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. ഞങ്ങൾ ഈ വിജയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വർഗീയതയ്ക്കെതിരെയുള്ള, അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള മോദി നേതൃത്വം നൽകുന്ന വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങൾ, ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ഒരു വിജയമാണ്. ആ വിജയത്തിന് ജനങ്ങൾക്ക് നന്ദി പറയുന്നു. ഒപ്പം മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ കൂടുതൽ യോജിച്ചു നിൽക്കുമെന്ന് പറയുന്നു. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഇനി വരുന്ന കാലത്തും യോജിച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. യോജിച്ചു നിന്നുകൊണ്ട് ഒരു പോരാട്ടത്തിലൂടെ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറാൻ
കഴിയും എന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് നേതാക്കൾക്ക് ആകമാനമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഐക്യം എന്തായാലും പ്രതിപക്ഷ നിരയിൽ രൂപപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ലോക്സഭ പോലെയല്ല, ദുർബലമായ ഒരു പ്രതിപക്ഷമല്ല, ഭരണപക്ഷത്തോടൊപ്പം തന്നെ കരുത്തുള്ള ഒരു പ്രതിപക്ഷ നിര കൂടി എന്തായാലും ഇത്തവണ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ശക്തമായ വിഷയങ്ങൾ ഉന്നയിക്കുക, പ്രതിപക്ഷ നിര കൂടുതൽ ശക്തിപ്പെടുത്തുക, സർക്കാരിനെ ദുർബലപ്പെടുത്തുക തുടങ്ങിയ തന്ത്രങ്ങളാവും സ്വാഭാവികമായും അവർ എടുക്കുക. അതുതന്നെയാണ് പുറത്തു വന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞതും. ഖാർഗെയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒന്നുണ്ട്. ഖാർഗെ ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പിച്ച് പറയുന്നില്ല, ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് അദ്ദേഹം പുറത്തു പറയുന്നില്ല. എന്നാൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പുറത്തു പറയുന്നില്ല. അത്തരം സാധ്യതകളൊന്നും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. പക്ഷേ എന്നാൽ ഏതെങ്കിലും തരത്തിൽ വിദൂരമായ ഒരു അവകാശവാദം പോലും അദ്ദേഹം ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുമെന്നോ അല്ലെങ്കിൽ നോക്കട്ടെ എന്നുള്ള ഒരു ശ്രമം പോലും നടത്തുന്നില്ല. വളരെ തന്ത്രപരമായ വാചകങ്ങൾ കിരൺ, ഞാൻ തിരികെ എത്താം.